ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഏതൊരാളോട് ചോദിച്ചാലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പലരും പല നിലകളിലാണ് പലതിനെയും ആശ്രയിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയിലൂടെ അവർക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസവും ഉറപ്പും അവർക്കുണ്ട്. പ്രാർത്ഥനകൾക്ക് മറുപടി നമുക്ക് ലഭിക്കാതിരിക്കത്തക്ക നിലകളിലുള്ള പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളത് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. എളുപ്പവഴിയെന്നും കുറുക്കു വഴിയെന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചാടി വീഴണ്ട കേട്ടോ. അല്പം ബുദ്ധിമുട്ട് എന്ന് തോന്നത്തക്ക നിലകളിലുള്ള ഒരു എളുപ്പവഴിയാണ്. എങ്കിലും നിങ്ങളിത് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മറുപടി ലഭിക്കും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. പ്രാരംഭമായിട്ട് തന്നെ പറയട്ടെ, റീച്ച് കൂട്ടാനുള്ള പ്രസംഗമൊന്നും എൻ്റെ കയ്യിലില്ല. എത്ര പേർ പ്രസംഗം കേൾക്കുന്നു എന്നുള്ളതല്ല ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. വിധവയ്ക്ക് 2 കാശ് കയ്യിലുള്ളത് മുഴുവൻ ഭണ്ഡാരത്തിലിട്ടതുപോലെ എനിക്ക് ദൈവം തന്നത് അങ്ങനെ തന്നെ പറയുക എന്നുള്ളതാണ് എൻ്റെ ശീലം. ധാരാളം ഇട്ട വലിയ ധനവാന്മാരവിടെ ഉണ്ടായിരുന്നിട്ടും 2 കാശിട്ട വിധവയെ ഉപേക്ഷിക്കാത്ത ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്ന ഉറപ്പെനിക്കുണ്ട്. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിർത്തിയില്ലെങ്കിൽ തുടർന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. ദൈവവചനപ്രകാരം തന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരും സ്വയം കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. പുറംപറമ്പിൽ എറിയപ്പെട്ടവരെ പോലെ കിടന്ന സ്ഥാനത്ത് നിന്നും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്നും ഒക്കെയാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആര് തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, യാതൊരു ക്രെഡിറ്റുമില്ല. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല എന്ന ബോധ്യം ആദ്യമായി നമ്മെ ഭരിക്കണം. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നല്ല മൂടുള്ളപ്പോൾ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നല്ല, നിലനിൽക്കുന്ന ഫലം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ചെയ്തെടുക്കണം, കൊടുക്കണമെന്നാണ് ദൈവം പറയുന്നത്. നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണെന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. സംശയമില്ലല്ലോ. ചിലരുടെയെങ്കിലുമൊക്കെ വിചാരം നമ്മൾ ഈ ലോകത്തിലിരിക്കുന്നത് ആരെയെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്താനാണെന്നാണ്. ആളുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ആരുടെയെങ്കിലും പുറകിലായിരിക്കും അവർ നിൽക്കുന്നത്. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇവർക്ക് നിൽക്കാനൊക്കത്തില്ല എന്ന ഭാവമാണ് ഇവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിയാൻ പോലും ഇവർ മെനക്കെടുന്നില്ല. ഇവർക്ക് ആരെയെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്തി ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകണം. ദൈവ വിഷയത്തിൽ സമ്പന്നനാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊള്ളുക, ലോകത്തിൽ ആരെ പ്രീതിപ്പെടുത്തിയാലും അത് എന്നേക്കും ഉണ്ടാവില്ല. അപ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിനനുസരിച്ചുള്ള പ്രതികരണം എന്നല്ലാതെ നിലനിൽക്കുന്ന ഒരു നന്മയോ സന്തോഷമോ ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ദൈവത്തെ സന്തോഷിപ്പിച്ചാൽ, ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ നിലനിൽക്കുന്ന നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ഇവിടെയും നിത്യതയിലും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞത് അങ്ങനെ ഒന്ന് എടുത്തു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ്, നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. ഇതിനാണ് നിങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരും. ഇതുവരെ ഈ വാക്യം വായിച്ചിട്ട് ഇങ്ങനെ ഒരു അർത്ഥം മനസ്സിലായിട്ടില്ലാത്തവർ ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ മതി. പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും വേണ്ട. ലോകത്തിൽ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയങ്ങൾ കൂടി ഒരു ഫലം കായ്ക്കാൻ, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ ശ്രമിക്കൂ. ആരുടെയെങ്കിലുമൊക്കെ പ്രീതി സമ്പാദിക്കാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ 5 മിനിറ്റ് ചെലവാക്ക്. നിങ്ങൾ പ്രീതിപ്പെടുത്തുന്നവരും നമ്മൾ പ്രീതിപ്പെടുത്തുന്നവരും ഞാൻ പ്രീതിപ്പെടുത്തുന്നവരും ഒന്നും ആരും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ നിങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയണം. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ. അതിൻ്റെ ശേഷം എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്.
ഒരു നിലനിൽക്കുന്ന ഫലം ദൈവനാമത്തിലൂടെ പുറപ്പെടുവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.